ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു ഇൻഡോ ജർമ്മൻ വിവാഹത്തിൻ്റെ ചില ചടങ്ങുകളാണ്. പെൺകുട്ടി ഗുജറാത്തിയാണ്, വരൻ ജർമ്മൻകാരനുമാണ്. അപ്പോൾ പെൺകുട്ടിയുടെ വീട്ടിലെ തലേദിവസം നടന്ന ഗണപതി പൂജയും പിന്നെ ഹൽദിയുടെ ചടങ്ങും അതിനുശേഷമുള്ള അവരുടെ ഡാൻസായ ഗർബ ഡാൻസുമൊക്കെയാണ് ഇതിലൂടെ നിങ്ങളെ കാണിക്കുന്നത്. കൂടാതെ അടുത്ത ദിവസത്തുള്ള കല്യാണ റിസപ്ഷനും പിന്നെ അതിനു മുമ്പുള്ള ബറാത്ത് ചടങ്ങുകളും ഒക്കെ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട്. മൊത്തം കളർഫുള്ളായ ചടങ്ങുകളേറെയുള്ള ഒരു കല്യാണമായിരുന്നു ഇത്. അപ്പോൾ ഈ വീട്ടിലെ ഗണപതി പൂജയൊക്കെ തീർന്നു. ഇനി അടുത്ത ഹൽദി ചടങ്ങിലേക്ക് പോവുകയാണ്. ഹൽദി ചടങ്ങൊക്കെ ആരംഭിച്ചു. ഞാൻ മുഴുവനും ഒന്നും ഷൂട്ട് ചെയ്തില്ല. അപ്പോൾ വീഡിയോയ്ക്കൊക്കെ ഒരുപാട് ലെങ്താവും. അതുകൊണ്ട് വളരെ കുറച്ച് ഭാഗം ഓരോ ചടങ്ങിൻ്റെയും ഷൂട്ട് ചെയ്തത് മാത്രമേ ഉള്ളൂ. വധൂവരന്മാരുടെ മഞ്ഞളിൽ കുളിച്ചിരിപ്പുണ്ട്. ഈ അടുത്തിരിക്കുന്നത് സിസ്റ്ററും ഫാദറുമാണ്. അപ്പോൾ അവരുടെ കുറേ ആൾക്കാർ ജർമ്മനിയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഫ്രണ്ട്സും റിലേറ്റീവ്സും അടക്കം കുറേ പേരുണ്ടായിരുന്നു. ഞങ്ങളുടെ ക്ലോസ് ഫ്രണ്ടിൻ്റെ മകളായിരുന്നു വധുവായ പെൺകുട്ടി. അപ്പോൾ ചടങ്ങുകൾക്കൊക്കെ ശേഷം ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഫുഡും. ചടങ്ങിന് ശേഷം ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഇവരുടെ ട്രഡീഷണൽ ഡാൻസായ ഗർബ ഡാൻസ് ഉണ്ടായിരുന്നു. ഇതിലെ പാട്ടും ഡാൻസും ഒക്കെ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടൊക്കെയാണ് കാണിക്കുന്നത്. കാരണം കോപ്പിറൈറ്റ് പേടിച്ചിട്ടാണ്. ഗുജറാത്തികൾ ഡാൻസ് കളിക്കുന്നത് കണ്ടിട്ട് ജർമ്മൻകാരും ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി വന്ന് അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഗർബ ഡാൻസ് കളിച്ചു തുടങ്ങി. ഞാനൊന്നിനും പോയില്ല. ഞാനിതൊക്കെ ഇങ്ങനെ കണ്ട് ഷൂട്ട് ചെയ്ത് ആസ്വദിച്ചിരിക്കുകയായിരുന്നു. ഡാൻസ് ഏകദേശം രാത്രി 1 മണി വരെ ഉണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ നേരമൊന്നും കണ്ടിരിക്കാൻ പറ്റിയില്ല. കാരണം അടുത്ത ദിവസം സ്കൂളുള്ള കാരണം ഞങ്ങൾ
കുറച്ച് കണ്ടതിന് ശേഷം വീട്ടിലേക്ക് പോയി. പ്രായഭേദമന്യേ ഏത് ആൾക്കാരും ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഒരുമിച്ച് കളിക്കുന്ന ഒരു ട്രഡീഷണൽ ഡാൻസാണ് ഈ ഗുജറാത്തികളുടെ ഈ ഗർബ ഡാൻസ്. നല്ല കളർഫുൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഈ സാധാരണയായിട്ട് ഈ ഗർബ ഡാൻസൊക്കെ ഇവിടെ നടക്കുന്നത്. നവരാത്രി ദിനങ്ങളിൽ രാത്രി 9 ദിവസവും ഇവിടെ ഗർബ ഡാൻസിൻ്റെ മേളമാണ്. അപ്പോൾ രാത്രി 10 മണിക്ക് ശേഷമൊക്കെ ആരംഭിക്കുന്ന ഗർബ ഡാൻസ് പുലർകാലെ വരെ നീണ്ടു പോകുന്നത് കാണാം. ആ സമയത്തൊക്കെ ഒരു പ്രത്യേക രസമാണ് ഇവരുടെ ഈ ഡാൻസൊക്കെ ആസ്വദിക്കുക എന്ന് പറയുന്നത്. ഇത് കല്യാണ മണ്ഡപമാണ്. അടുത്ത ദിവസത്തെ ഷൂട്ടിംഗാണ്. അപ്പോൾ മണ്ഡപത്തിൽ റിസപ്ഷൻ ഉണ്ട്. കല്യാണത്തിന് മുമ്പെയാണ്, രാത്രിയാണ് ഇവരുടെ കല്യാണം. അപ്പോൾ ആളുകളൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. രാത്രി 12 മണിക്ക് ശേഷമാണ് കല്യാണത്തിൻ്റെ ചടങ്ങുകളൊക്കെ ആരംഭിക്കുന്നത്. അപ്പോൾ ആഹാരമൊക്കെ നേരത്തെ തന്നെ ഇവർ കഴിച്ചിരിക്കും. അപ്പോൾ ഇവിടെ റിസപ്ഷൻ്റെയൊക്കെയാണ് കാണിക്കുന്നത്. കല്യാണത്തിൻ്റെ ചടങ്ങുകളൊക്കെ വേണ്ടപ്പെട്ട ബന്ധുക്കളും ഫ്രണ്ട്സുമൊക്കെ ആയിരിക്കും കാണുക. കാരണം 12 മണിക്ക് ശേഷം ഭൂരിഭാഗം പേരും അവിടെ നിൽക്കില്ല. ഞങ്ങൾ ഫുഡ് കഴിച്ചതിന് ശേഷം ബാരാത്ത് ചടങ്ങുണ്ട്. ഇനി അതിനുവേണ്ടി പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോയി. തൊട്ടടുത്ത് തന്നെയായിരുന്നു വീട്. ഇവിടെ വരൻ്റെ ബന്ധുക്കളും കൂട്ടുകാരുമൊക്കെ ബറാത്ത് ചടങ്ങിന് വേണ്ടിയിട്ട് റെഡിയായിട്ട് നിൽക്കുകയായിരുന്നു. പിന്നെ അവരുടെ ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. चीज को हटा Even you can dance, na? I don't dance. Boss, we need to go. Chop, chop, chalo, chalo. ഫോട്ടോഷൂട്ടിന് ശേഷം ഞങ്ങൾ അലങ്കരിച്ച് നിർത്തിയ കുതിരവണ്ടിയുടെ അടുത്തേക്ക് പോയി. ഇതിലാണ് പയ്യനും പയ്യൻ്റെ സഹോദരിയുമൊക്കെ ബറാത്തിന് വേണ്ടിയിട്ട് പുറപ്പെടുന്നത്. വരനും വരൻ്റെ സഹോദരിയും അതിനുള്ളിലേക്ക് കയറി എല്ലാവിധ താളമേളങ്ങളോടെയും കുതിരവണ്ടി, അതായത് ബാരാത്ത്, പുറപ്പെട്ടു. വരനും വരൻ്റെ ആൾക്കാരുമൊക്കെ ഈ സെലിബ്രേഷൻ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ അവർ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഇത്തരം കല്യാണവും ആഘോഷവും ഒക്കെ നേരിട്ട് കണ്ടും അറിഞ്ഞും അനുഭവിക്കുകയൊക്കെ ചെയ്യുന്നത്.
അടിപൊളി ഹിന്ദി ഹിറ്റ് പാട്ടുകളുടെ മേളത്തോടെയായിരുന്നു ബാരാത്ത് പുറപ്പെട്ടിരുന്നത്. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ പാട്ടൊക്കെ വരുന്ന സ്ഥലത്തൊക്കെ സ്പീഡ് കൂട്ടി കേൾപ്പിക്കുന്നത്. ബാരാത്ത് തിരിച്ച് മണ്ഡപത്തിലേക്ക് പോകുന്ന പോയിന്റിലെത്തിയപ്പോൾ വധു അവിടെ റെഡിയായിട്ട് ഒരു കാറിൽ വന്നിറങ്ങി. വധു കുതിരവണ്ടിയിൽ കയറി ഇനി വരനോടൊപ്പം വധുവും ഇനി മണ്ഡപത്തിലേക്ക് പോകും. പടക്കം പൊട്ടിക്കലും പിന്നെ താളമേളങ്ങൾക്കൊപ്പം അവർ തിരിച്ച് മണ്ഡപത്തിലേക്ക് പുറപ്പെടുകയായി. ഇത് വധുവിൻ്റെ അച്ഛനാണ്. ബാരാത്ത് സെലിബ്രേഷനൊക്കെ എങ്ങനെയാണ് പോകുന്നതെന്ന് അറിയാൻ ഒരു സൈഡിൽ നിന്ന് നോക്കുകയാണ്. ഞാൻ ഇവിടെ വരെയുള്ള ഷൂട്ട് മാത്രമേ എടുത്തുള്ളൂ. കല്യാണത്തിൻ്റെ ചടങ്ങ് 12 മണിക്ക് ശേഷം ആരംഭിക്കുന്നതിനാലും മോൾക്ക് സ്കൂളുള്ളത് കൊണ്ടും ഞാൻ നിന്നില്ല. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരണം. പിന്നെ പുതിയ വ്യൂവേഴ്സ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ.